നമസ്കാരം. മെറ്റയുടെ പരസ്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ആയുർവേദ ഡോക്ടർമാരായിട്ടുള്ള നിങ്ങൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പരസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ പേഷ്യൻസിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ്, മെറ്റ അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങളുടെ പ്രധാന സോഴ്സ് എങ്കിൽ 2025 മുതൽ നിങ്ങൾ അടിമുടി മാറും. കാരണം പുതിയ ആരോഗ്യ പരസ്യങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. കൺസൾട്ടേഷൻസ് ട്രാക്ക് ചെയ്യാനും ഈ താല്പര്യമുള്ള പേഷ്യൻസിനെ വീണ്ടും വീണ്ടും ലക്ഷ്യം വെക്കാനും ഒക്കെ പണ്ട് സാധിക്കുമായിരുന്നു. ഇനി അത് നടക്കില്ല, അത് കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഇതൊരു അവസാനമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പ്രാക്ടീസ് വളർത്താനും മികച്ചതുമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി തരുന്നതുമായിട്ടുള്ള ഒരു മാർഗത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് മെറ്റ അതിനെ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അതിനെക്കുറിച്ചൊന്ന് ഞാൻ വിശദീകരിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ എങ്ങനെ വിജയിക്കാമെന്നുള്ള പുതിയ മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസും ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. ഐ ഹെൽപ്പ് ആയുർവേദിക് ഡോക്ടേഴ്സ് ടു ബിൽഡ് പേഴ്സണൽ ബ്രാൻഡ്സ്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ വരാം. ഒന്നാമതായിട്ട് എന്തുകൊണ്ട് വൈ മെറ്റ പോളിസീസ് ബാൻ റീറൈറ്റ് ചെയ്യുന്നത്? ഏറ്റവും വലിയ വാക്കാണ് ഡേറ്റ പ്രൈവസി. ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നത്തിനായിട്ട് ഒരു സാധ്യതയുള്ള രോഗി നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മെറ്റ അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വകാര്യതയിലേക്ക് കയറുന്നതായിട്ട് അതിനെ മെറ്റ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മെറ്റയ്ക്ക് വലിയ ലീഗലായിട്ടുള്ള ഇഷ്യൂസിനെ കൊണ്ടുവരുന്നുണ്ട്. എത്തിക്കലായിട്ടും ലീഗലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആരോഗ്യ പരസ്യങ്ങളെ കൃത്യമായിട്ട് അവരുടെ ഏറ്റവും ശക്തമായ ഒരു ടൂളാണ് ഫേസ്ബുക്ക്. അപ്പോൾ അതിനെ അവർ കുറച്ചുകൂടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പരസ്യങ്ങൾ കൃത്യമായിട്ട് അവർ സ്പെസിഫിക്കേഷൻ ചെയ്തു. എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ ചെയ്തിട്ട് ഡയറക്റ്റ്ലി ആ പേഷ്യന്റിനെ ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ പറ്റില്ല. അതായത് ഇന്ന പേഷ്യന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള രീതി ഇപ്പൊ അവിടെ നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ദ പൈവോട്ട്, നമ്മൾ പെയ്ഡ് ആഡ് ആണ് അവിടെ ചെയ്യുന്നത്. പകരം ഇപ്പം മെറ്റ പറയുന്നത് ബിൽഡ് അസറ്റ് എന്നാണ്. ഓക്കെ, നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സെക്ടറിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ അറിയുന്നവർക്ക് അതൊരു പെട്ടെന്നൊരു നിരാശ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു അവസരമാണ്. കാരണം മെറ്റ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയാണ് അവിടെ ഒരു വാടകയ്ക്ക് എടുക്കുന്നത്. ശ്രദ്ധയ്ക്ക് പകരമായിട്ട് അവരിപ്പം ഹെൽത്ത് കെയർ സെക്ടറിൽ അവർ നോക്കുന്നത് വാല്യൂ ആണ്. നിങ്ങൾ എത്രത്തോളം നല്ല വാല്യൂ, നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒക്കെ ഒരു ഓണർഷിപ്പ് നമുക്ക് തരുവാനും ആ പേഷ്യന്റിന് നമ്മളോടൊരു ട്രസ്റ്റ് കൂട്ടുവാനും ഉള്ള ഒരു എഫേർട്ട് മെറ്റ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആയുർവേദം പഠിച്ച നമുക്കൊക്കെ നോളജ് ഉണ്ട്. ആ നോളജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ നോളജ് ഏത് സെക്ടറിലാണോ നിങ്ങൾക്ക് ആ നോളജ് ഉള്ളത് അത് കൊടുക്കുവാനും അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇനി മൂന്നാമതാണ് ഇവിടെ വളരാനുള്ള ഒരു സ്ട്രാറ്റജീസ്. ഞാനതൊരു 6 എണ്ണമായിട്ട് പറഞ്ഞുതരാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കും ഈ ഒരു 6 എണ്ണം അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും ആസ് എ ആയുർവേദിക് ഡോക്ടർ. ഒന്നാമത്തെ മാർഗം ദ കണ്ടന്റ് ബാങ്ക്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന, നമ്മൾ മെറ്റയിൽ പരസ്യം ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു പരസ്യം ഇന്ന നടുവേദനയാണെങ്കിൽ നടുവേദനയ്ക്ക് ഒരു പരസ്യം ആഡ് ചെയ്യുന്നു. ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് പേഷ്യൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. അത് തീർന്നു. സ്റ്റോപ്പ് സെല്ലിംഗ് കൺസൾട്ടേഷൻ ആൻഡ് സ്റ്റാർട്ട് എഡ്യൂക്കേറ്റിംഗ്. ക്രിയേറ്റ് ഡെപ്ത് ഉള്ള ഒരു ബ്ലോഗ് പോസ്റ്റുകളോ ഗൈഡ്സോ വീഡിയോസോ Q&Aസോ പേഷ്യൻസിന്റെ ടെസ്റ്റിമോണിയൽസോ ഒക്കെ ഡേ ബൈ ഓരോരോ ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കുക, ഫേസ്ബുക്കിലേക്ക് കൊടുക്കുക. ആൻഡ് 24/7 ഇത് നിങ്ങൾക്ക് വേണ്ടി ജോലി എടുക്കുകയും അവിടെ ട്രസ്റ്റിലും അത് റിവ്യൂ ആയിട്ട് നിങ്ങളിലേക്ക് പുതിയ ക്ലയൻസിനെ കൊണ്ടുവരാനും മെറ്റ സഹായിക്കുന്നുണ്ട്. 2, SEO ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെറ്റ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സർക്കിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വിത്തൗട്ട് പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഇല്ലാതെ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് മെറ്റയ്ക്ക കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ മൈ ബിസിനസ് ആണ്. അവിടെ SEO ഒപ്റ്റിമൈസേഷൻ കൃത്യമായിട്ട് ചെയ്യുകയും
നിങ്ങളുടെ പ്രൊഫൈലിനെ പവർഫുൾ ആക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിസിബിലിറ്റി അത് കൊണ്ടുതരുന്നുണ്ട്. കാരണം നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള അഡ്വർടൈസ്മെന്റ്സ് കൂട്ടാൻ സാധിക്കും. ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ലോക്കലായിട്ടുള്ള കീവേഡ്സ് അവിടെ യൂസ് ചെയ്യാം. കാരണം നിങ്ങളൊരു സ്ട്രെസ്സിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ ആയുർവേദിക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ സ്ട്രെസ് ഇൻ നിങ്ങളുടെ സിറ്റിയുടെ പേര്, ഇങ്ങനെ SEO ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതും വളരെയധികം മെറ്റ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഓർഗാനിക് ആയിട്ടുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെടുന്ന ഓഡിയൻസ് അവിടെ സ്വാഭാവികമായി ഉണ്ടാകുവാനൊക്കെ മെറ്റ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് മാത്രമല്ല അവിടെ നടക്കുക. നിങ്ങൾക്ക് ടിപ്സുകൾ കൊടുക്കുകയും ലൈവായിട്ടുള്ള ഹോസ്റ്റിംഗ് നടത്തുകയും Q&A നടത്തുക, BTS ബിഹൈൻഡ് ദ സീൻസ് നടത്തുക, ലൈക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പാണ് അവിടെ ഉണ്ടാക്കുക, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അക്സെപ്റ്റ് ആയിട്ടാണ് മാറുക. സോ നാലാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമെയിൽ ലിസ്റ്റ് ഉണ്ടാക്കുക. കോണ്ടാക്ട്, ഫോൺ നമ്പർ പ്ലസ് ഇമെയിൽ ലിസ്റ്റ്. ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ലിസ്റ്റാണ് നിങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള്, വാല്യുബിൾ ടൂളാണ്. കാരണം അവരാണ് നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും വലിയത്. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇമെയിൽ ലിസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് വളരെയധികം എഫക്റ്റീവായിട്ട് ഇനി മുതൽ മെറ്റയിൽ സാധ്യമാണ്. അഞ്ചാമത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അലയൻസുകളും പാർട്ട്ണർഷിപ്പുകളുമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായി ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മിഷനുമായി, നിങ്ങളുടെ പർപ്പസുമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള എല്ലാവരുമായിട്ടും കമ്പാനിയൻഷിപ്പ്, അലയൻസ് ഉണ്ടാക്കുക, കൊളാബറേഷൻസ് ഉണ്ടാക്കുക. എക്സാമ്പിൾ യോഗ, ന്യൂട്രീഷൻസ്, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, ഈ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഇവരുമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് മെറ്റയിലൂടെ തന്നെ കണക്ട് ചെയ്യാനും അവരിലൂടെ തന്നെ ഒരു ഓഡിയൻസിനെ, റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുവാനും ഒക്കെ അവിടെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പരസ്യത്തിനെയാണ്. നിങ്ങളുടെ പരസ്യത്തിനെ സ്പ്രെഡ് ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യുക. പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഇനി നടക്കില്ല എന്നല്ല പറഞ്ഞത്. പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് പഴയതുപോലെ ആവില്ല നടക്കുക എന്നുള്ളതാണ്. ആ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സിന്റെ ജോലികളാണ് ഇവിടെ മാറുന്നത്. കാരണം നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ്, ലോക്കൽ സെർച്ച്, ഇത് എല്ലാം ഇനി അവിടെ യൂട്ടിലൈസ് ആകും. കാരണം നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കോണ്ടന്റിനെയാണ് മെറ്റ ഇനി ഏറ്റവും കൂടുതൽ ആളുകളെ കാണിക്കാൻ പോകുന്നത്. ആ കാണിക്കുന്നവർക്കകത്ത് നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. ഈ പറഞ്ഞ ഡൈവേഴ്സിഫൈങ് അഡ്വർടൈസ്മെന്റ്സിലൂടെ കൂടുതലായിട്ടുള്ള ഔട്ട് കിട്ടും. ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കൃത്യമായിട്ടും എനിക്കത് മനസ്സിലാക്കുവാനും കഴിയുന്നത്ര പ്രശ്നങ്ങളുടെ, പ്രോബ്ലംസിന്റെ ഉത്തരങ്ങൾ ഞാൻ തരുവാനും ഞാനിവിടെ ശ്രമിക്കുന്നതാണ്. മനസ്സിലാക്കുക, നമുക്ക് ഈ മാറ്റങ്ങൾ ടെക്നിക്കലി നമ്മൾ അറിയില്ല എന്ന് പുറകോട്ടിരിക്കും തോറും ഡിജിറ്റലി നമ്മൾ ബാക്കായി പോവുകയാണ്. കാരണം നമ്മളുടെ അത്രയും പോലും അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് മുൻപേ ഓടുന്നുണ്ട്. ഐഡന്റിറ്റി ഇല്ലാതെ ഷാലോ വർക്കിലാണ് പല ആയുർവേദ ഡോക്ടർമാരും ജീവിക്കുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ് മുമ്പോട്ട് വരാനുണ്ട്. അവരുടെ നോളജിന് ലോകത്തിന് ആവശ്യമാണ്. സോ ഞാൻ പറയുന്നത്, ഈ ഒരു മാറ്റം ആയുർവേദം ഏറ്റവും മികച്ചത് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല വാല്യൂസ്, നമ്മളുടെ അറിവിനെ കൊടുക്കുക, വിശ്വാസം വളർത്തുക, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക. അപ്പം ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്നത് നമ്മുടെ നല്ല അറിവുകളാണ്, നമ്മുടെ ഉള്ളിലെ നന്മേനെയാണ്. നമ്മളൊന്ന് റിയലി ഒന്ന് ഫോക്കസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ ശാക്തീകരിക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്താനൊക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സോ നല്ലൊരു നാളേക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫോർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തോന്നുന്ന പ്രോബ്ലംസ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.